ചാത്തന്റെ വരവറിയിച്ച് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എടപ്പാൾ ശുകുപുരം കുളങ്കര ക്ഷേത്രത്തിൽ മൂക്കോൻ ചാത്തനും വെളിച്ചപ്പാടുമെത്തി. വെള്ളിയാഴ്ച വൈകിട്ടാണ് മൂക്കോൻ ചാത്തൻ താളത്തിന്റെ അകമ്പടിയോടെ ദേശത്തെ വീടുകൾ തോറും കയറിയിറങ്ങി ക്ഷേത്രത്തിലെ കീഴ്ക്കാവിലെത്തിയത്. തെക്കൻ മലബാറിലെ ഗ്രാമങ്ങളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ആചാരം കൂടിയാണ് മൂക്കോൻ ചാത്തന്റെ വരവ്. മാതൃദേവതയുടെ ക്ഷേത്രങ്ങളിൽ പൂരങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ മൂക്കോൻ ചാത്തനും വെളിച്ചപ്പാടുമെത്തും. പറയ സമുദായക്കാരാണ് മൂക്കോൻ ചാത്തൻ കെട്ടുകയും ചടങ്ങുകൾ ചെയ്യുകയും ചെയ്യുന്നത്. മൂക്കോൻ ചാത്തന് അകമ്പടിയായി കൊട്ട്, കുഴൽവാദ്യം, കാള എന്നിവയും ഉണ്ടാകും. പൂരത്തോടനുബന്ധിച്ച് വെള്ളി, ശനി ദിവസങ്ങളിലാണ് മൂക്കോൻ ചാത്തനും വെളിച്ചപ്പാടും ദേശത്തെ വീടുകളിലേക്ക് എത്തുക. കുളങ്കര കീഴ്ക്കാവിൽ ആദ്യം എത്തുക ഇവരാണ്. തുടർന്ന് അനുഷ്ഠാന കാര്യങ്ങളിലെല്ലാം ഇരുവരും നേതൃത്വം നൽകും. ഇവർക്ക് അകമ്പടിയായി ചെണ്ടയും കുഴൽവാദ്യവും ഉണ്ടാകും. മൂക്കോൻ ചാത്തൻ കെട്ടുന്ന ഇവരുടെ വട്ടംകുളത്തെ തറവാട്ടിൽ നിന്നാണ് ചടങ്ങുകൾ ആരംഭിക്കുക. അവിടെ നിന്നും പൂരം കൊട്ടിയറിയിച്ച് ദേശത്തെ വിവിധയിടങ്ങളിലേക്ക് മൂക്കോൻ ചാത്തനും കൂട്ടരും സഞ്ചരിക്കും. മോഹൻദാസും സംഘവുമാണ് കാലങ്ങളായി മൂക്കോൻ ചാത്തൻ കെട്ടി ദേശം മുഴുവൻ കൊട്ടിയറിയിച്ച് എത്തുന്നത്. മണിയാണ് വെളിച്ചപ്പാട്. മോഹൻദാസാണ് മൂക്കോൻ ചാത്തൻ കെട്ടുന്നത്. ഗോപാലൻ കുഴലും, ചെണ്ട സജിയും കൃഷ്ണനും. ഇവരെല്ലാവരും ചേരുമ്പോൾ ഒരു ദേശത്തിന്റെ ആചാരം കൂടിയാണ് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നത്. ആചാര അനുഷ്ഠാനത്തെ ചേർത്ത് പിടിക്കുക കൂടിയാണ് നാട്. വർഷങ്ങളായി ഇല്ലാതെ പോയിരുന്ന മൂക്കോൻ ചാത്തന്റെ തിരിച്ചുവരവും അതിനൊരു ഉദാഹരണം കൂടിയാണ്. വരാനിരിക്കുന്ന പൂരങ്ങൾ കൊട്ടിയറിയിക്കാനും ചടങ്ങുകൾ നിലനിർത്തി പോരാനും ഇനിയും അവർ എത്തും. മൂക്കോൻ ചാത്തനും വെളിച്ചപ്പാടും.